ഹലോ കൂട്ടുകാരെ, നമസ്കാരം. ഹാപ്പി ഹോംസിലേക്ക് നിങ്ങളെവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൂട്ടുകാരെ, ഞാൻ ഇന്നിവിടെ സിമ്പിളായിട്ടൊരു മീൻകറി വെക്കുന്ന ഒരു വീഡിയോ ആണ് കാണിക്കുന്നത്. ഈ മീനെ വയാതെന്ന് പേരുള്ളൊരു മീനാണ്. നമ്മുടെ നാട്ടിലും ഈ മീൻ കിട്ടുന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ ഈ മീന് വയാതെന്നാണ് പറയുന്നത്. നാട്ടിലെന്താണ് പേരെന്ന് കറക്റ്റായിട്ട് അറിയില്ല. ഇതിനായിട്ട് ഞാനിവിടെ ഒരു സവാള ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും നുറുക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഒരു 6-7 അല്ലി വെളുത്തുള്ളി ഉണ്ടാവും. അതും ചെറുതായിട്ട് അങ്ങോട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കാനായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടിയും വേണം. ഇതെല്ലാം അങ്ങോട്ട് റെഡിയാക്കിയിട്ട് ആ മീനും നല്ല വൃത്തിയാക്കി കഴുകി റെഡിയാക്കിയിട്ട് അടുപ്പത്തേക്ക് നമുക്ക് കറി വെക്കാനായിട്ടുള്ള പാത്രം അങ്ങോട്ട് എടുത്ത് വെച്ചു. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുകും ഒരു 1/2 ടീസ്പൂൺ ഉലുവയും കൂടി അങ്ങോട്ട് ചേർത്തു. അതങ്ങോട്ട് പൊട്ടി വന്നു കഴിഞ്ഞപ്പോഴേക്ക് അതിലേക്ക് ആ കട്ട് ചെയ്ത് വെച്ച വെളുത്തുള്ളിയും സവാളയും ഇഞ്ചിയും കറിവേപ്പിലയൊക്കെ അങ്ങോട്ടേക്ക് ചേർത്ത് കൊടുത്ത് നല്ലോണം അങ്ങോട്ടൊന്ന് മിക്സ് ചെയ്തു. ഇത് നമുക്ക് നല്ലോണം അങ്ങോട്ടൊന്ന് വഴറ്റി അങ്ങോട്ട് എടുക്കണം. ഈ വഴറ്റണ സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കണം. ഉപ്പെല്ലാം അങ്ങോട്ട് ചേർത്തട്ടെ. നല്ല അടിപൊളിയായിട്ട് ഇതിനെ വഴറ്റി അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണേ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും, പിന്നെ ഇതിൻ്റെ നിറത്തിന് ആവശ്യമായിട്ട് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി അങ്ങോട്ട് ചേർത്തു. ഇത് നല്ലവണ്ണം അങ്ങോട്ടൊന്ന് വഴറ്റി അങ്ങോട്ട് എടുക്കണം. പച്ചമണം മാറണ വരെ ഒന്ന് നല്ലവണ്ണം അങ്ങോട്ടൊന്ന് വഴറ്റണേ. അപ്പം ഞാൻ ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്ന ടൈമിൽ സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്തിരുന്നു. കാരണം പൊടികൾ ചേർത്ത് ഇനിയിപ്പോൾ കരിഞ്ഞു പോകണ്ടെന്നും പറഞ്ഞു. അപ്പം പൊടികളെല്ലാം ചേർത്ത് ആ ഇളക്കി തുടങ്ങിയപ്പോഴാണ് ഞാൻ ആ തീ അങ്ങോട്ട് ഓൺ ചെയ്തത്. പൊടിയുടെ പച്ചമണം അങ്ങോട്ട് മാറി അങ്ങോട്ട് വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നല്ലോണം അങ്ങോട്ടൊന്ന് മിക്സ് ചെയ്യണം. അതിലേക്ക് കുറച്ച് കുടംപുളി ഞാൻ അങ്ങോട്ട് ഇട്ടു. ഒരു 3 അല്ലി കുടംപുളി ഉണ്ട്. അത് ചെറിയ കഷ്ണങ്ങളായിട്ട് ഞാൻ അതിലേക്ക് ചേർത്ത് ഒന്ന് അടച്ച് വെച്ച് അതൊന്ന് റെഡി ആവാനായിട്ട് സെറ്റായി വരാൻ ആ പുളിയൊക്കെ ആ ചാറിലേക്ക് അങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ട് വരണം. അങ്ങോട്ട് റെഡിയായി അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിൽ വേണമെങ്കിൽ ഉപ്പൊക്കെ ചേർക്കാം, അല്ലെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അപ്പോഴായാലും മതി. ഞാൻ കുറച്ച് ഉപ്പ് അങ്ങോട്ട് ചേർത്തു. എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി അങ്ങോട്ടൊന്ന് മിക്സ് ചെയ്തു. എന്നിട്ട് അതിലേക്ക് നീളത്തിലൊരു പച്ചമുളക് കട്ട് ചെയ്തിട്ടു. ആ പച്ചമുളക് അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് അത് അങ്ങോട്ടൊന്ന് തിളയ്ക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്തു. എന്നിട്ട് തിളച്ച് നല്ല അടിപൊളിയായിട്ട് അങ്ങോട്ട് തിളച്ച് വന്നപ്പോഴേക്ക് അതിലേക്ക് ആ കട്ട് ചെയ്ത് വെച്ച ആ റെഡിയാക്കി വെച്ച ആ മീൻ അങ്ങോട്ടേക്ക് ചേർത്ത് കൊടുത്തു. ഞാനിതിലേക്ക് ഒരു 3 മീനാണ് അങ്ങോട്ട് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഒരു മീൻ ഞാൻ അത് വരഞ്ഞിട്ടൊന്നുമില്ല, കാരണം അതിലധികം മസാല പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി, ഇത് എൻ്റെ കൊച്ചിന് കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പം അധികം എരിവൊന്നും അങ്ങോട്ട് പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി ഒരു മീൻ ഞാനൊന്ന് വരയാണ്ടാണ് ഇട്ടേക്കണത്. അപ്പം ആ മീൻ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് നല്ലോണം അങ്ങോട്ടൊന്ന് അടച്ചങ്ങോട്ട് വേവിച്ചങ്ങോട്ട് എടുത്തു. മീനൊന്നും അധികം വേവൊന്നുമില്ലല്ലോ, പെട്ടെന്ന് തന്നെ അങ്ങോട്ട് റെഡിയായി അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഈ വയാതെന്ന് പറഞ്ഞ മീനിന്റെ മാംസം നല്ല കട്ടിയുള്ള മാംസം എന്ന് പറഞ്ഞാൽ നല്ല മാംസമുണ്ട്. അധികം മുള്ളൊന്നും ഇല്ലാത്തൊരു നല്ലൊരു മീനാണ്. ഇപ്പൊ കൂട്ടുകാരെ, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലേ ഒന്ന് ലൈക്ക് അടിക്കണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് നമുക്ക് കാണാം. അതുവരെ നന്ദി, നമസ്കാരം.